ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന പഞ്ഞി പോലെ ഒരു അപ്പമാണ്. തലേ ദിവസം അരിയൊന്നും അരച്ച് വയ്ക്കാതെ ഒട്ടും തേങ്ങായും ഒന്നും ചേർക്കാതെ നല്ല മയവും രുചിയുമുള്ള ഈ അപ്പം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ രാവിലെ തയ്യാറാക്കുന്ന ഈ അപ്പം വൈകുന്നേരം വരെ ഇരുന്നാലും ഇതിൻ്റെ മയം ഒട്ടും നഷ്ടപ്പെടത്തില്ല. നല്ല മയവും നല്ല രുചിയുമുള്ള അപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് 1.5 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ തരിയുള്ള റവ, വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ചെറിയ തരിയുള്ള ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക്, വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. 1 സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളം ചേർക്കുന്നത്. ചെറിയ ചൂട് മതി, ചൂടൊട്ടും കൂടിപ്പോകാതെ നോക്കണം. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരുമിച്ച് ചേർക്കാതെ. ആദ്യം ഒരു പകുതി വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലത്തെ ഈസ്റ്റും എല്ലാം ഒന്ന് മിക്സാകാനായിട്ട് റവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തരിയൊന്നുമില്ലാതെ നല്ല മയമായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇനി ഇത് വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇതിൽ സോഡാപ്പൊടിയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാവ് നന്നായിട്ട് മയമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചൂടായ തവയിൽ നമുക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിക്കാം. ഒരുവിധം കുറുകിയ മാവാണ്, ഒത്തിരി ലൂസാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോകാതെ. അപ്പോൾ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് ബബിൾസ് എല്ലാം ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് മൂടി വയ്ക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ 2 സൈഡും വെന്ത് കിട്ടും. ഇങ്ങനെ ഓരോ അപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.